നമസ്തേ. ഗുരുവേ ശരണം. കാളിമാതാവേ ശരണം. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് കള്ള് നിവേദ്യമാണ്. പൂർവ്വകാലത്ത് ഐതിഹ്യപരമായിട്ട് ചെത്തുകാരൻ എൻ്റെ ആ സാന്നിധ്യത്തിൽ തന്നെ തവള കള്ള് കുടിച്ചതായിട്ടും അത് ദേവിയായിട്ടും സങ്കല്പിച്ചുകൊണ്ട് അന്ന് കള്ള് കുടിച്ചിരുന്ന ആ ദേവിയെ സങ്കല്പിച്ചിട്ടാണ് ആ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായ കള്ള് നിവേദ്യം, ഇതിനെ മധു നിവേദ്യം എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ അത് മധു പൂജ ആയിട്ടാണ് ഇപ്പം അറിയപ്പെടുന്നത്. അതിനുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ ആചാര്യസ്ഥാനത്ത്, ഗുരുവിൻ്റെ ആചാര്യസ്ഥാനത്ത് കായക്കര തെക്കതിൽ കൊടിതി പൂജയുണ്ട്. ആ കൊടിതി പൂജ ഗുരുവിനെ സംതൃപ്തിപ്പെടുത്തുന്നതിനും ഗുരു പരമ്പരകളെ സംതൃപ്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നമ്മുടെ ഈ കൊടിതി പൂജ നടത്തുന്നത്. അത് ഞായർ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ രാത്രി കാലത്താണ് ഈ പൂജ നടത്തുന്നത്. പിതൃപരമ്പരയ്ക്കും ആചാര്യപരമ്പരയ്ക്കുമായിട്ടുള്ള നമുക്കൊരു സമർപ്പണമായിട്ടാണ് അത് ചെയ്യുന്നത്. ഭക്തജനങ്ങളുടെ സൗകര്യമനുസരിച്ച് അവരുടെ വിശേഷാൽ പൂജയായിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലെ നിത്യപൂജയായിട്ടത് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകത ആ ഗുരുസ്ഥാനത്തുണ്ട്. അതിനുശേഷം ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ഇവിടുത്തെ പ്രധാന പൂജയായ മധുപൂജ ഉച്ചയ്ക്ക് പൂജയ്ക്കാണത് നടത്തുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നട തുറന്ന് 1:30 ദീപാരാധന കഴിഞ്ഞ് ആണ് നട അടയ്ക്കുന്നത്. വിശേഷാലുമായിട്ടുള്ള ഒരു പൂജയായിട്ടാണ് സങ്കല്പിച്ച് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം അമ്പലം തുറക്കാറുണ്ട്, വൈകുന്നേരം ദീപാരാധന നടത്താറുണ്ട്. ഇങ്ങനെയുള്ള ചടങ്ങുകളുണ്ട്. പിന്നെ മാടൻ തമ്പുരാൻ മഹാനടനെന്ന് ശിവനെ വിശേഷിപ്പിച്ചുകൊണ്ട്, മഹാനടനായിട്ട് ശിവനെ സങ്കല്പിച്ചുകൊണ്ട് നാട്യശാസ്ത്ര വിധിപ്രകാരമുള്ള ആചാരങ്ങൾ സങ്കല്പിച്ചുകൊണ്ടാണ് മഹാനടൻ എന്നുള്ള ആ ദേവനെ മാടനായി സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ പൂജ നടത്തുന്നുണ്ട്. അതിന് വിശേഷാലുമായിട്ട് ഏതെങ്കിലും ഭക്തജനത്തിൻ്റെ നേർച്ചയായിട്ട് ഉച്ചപൂജ കഴിഞ്ഞുടൻ തന്നെ ആ പൂജ നടത്തുന്നുണ്ട്. അങ്ങനെ വിശദമായിട്ടുള്ള കൗളാചാര രീതിയിലുള്ള പൂജാവിധികളാണ് ഇവിടെ പരമ്പരയായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാളിയൂട്ട് മഹോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ദേവി ദാരികനെ അന്വേഷിച്ച് പോകുന്ന ഒരു ചടങ്ങാണ് കാളിയൂട്ട്. ഓരോ ദേശത്തിലെയും ജനങ്ങൾ അവർ പാടത്ത് കൊയ്തെടുക്കുന്ന കാർഷിക വിളകൾ ദേവിക്ക് ദേവിക്ക് സമർപ്പിച്ച് ഊട്ടുന്നതായിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് കാളിയൂട്ട് മഹോത്സവം ഇവിടെ തുടങ്ങുന്നതും ആരംഭിക്കുന്നതും. പൂർവ്വകാലത്ത് ഈ ദേശത്ത് വയൽ പാടങ്ങളായിരുന്നു, നെൽപ്പാടങ്ങളായിരുന്നു, കൃഷിപ്പാടങ്ങളായിരുന്നു. അപ്പോൾ കൊയ്ത്തുത്സവമായിട്ടാണ് ഈ കാളിയൂട്ട് മഹോത്സവത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ദേശത്തിലെ ജനങ്ങൾക്ക് അവർക്ക് കാർഷിക വിളകൾ നല്ല അഭിവൃദ്ധിപ്പെടുവാനും അതനുസരിച്ച് കാലവർഷം ഉണ്ടാകാനും നല്ല സൂര്യപ്രകാശം ലഭിച്ച് തങ്ങൾ കൃഷിയിറക്കുന്ന ആ കൃഷിയിടയ്ക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ആ ഫലഭൂഷ്ടമായിട്ടുള്ള സമ്പൽ സമൃദ്ധമായിട്ടുള്ള ആ ഫലങ്ങൾ പാടത്ത് വിത്ത് വിതച്ച് അതിൽ നിന്ന് കൊയ്തെടുക്കുന്ന നേർച്ചക്കുലകൾ, അതുപോലെ തന്നെ പാടത്ത് മറ്റ് ധാന്യങ്ങൾ, ഇതെല്ലാം തന്നെ ദേവിയിൽ സമർപ്പിച്ചു ആ ദേശക്കാർ മൊത്തം ദേവിയെ സങ്കല്പിച്ച് ഉത്സവം നടത്തുകയാണ് ഈ കാളിയൂട്ട് മഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാതലായിട്ടുള്ളത്. ദേവി ദാരികനെ അന്വേഷിച്ച് ദിക്കിൽ പോകുന്നതിന് മുമ്പായിട്ട് അഷ്ടദിക്പാലകരെ പ്രീതിപ്പെടുത്തിയിട്ട് അഷ്ടദിക്പാലകരുടെ സഹായത്തോടു കൂടിയാണ് ഈ ദേവി ദേശത്തേക്ക് എഴുന്നള്ളുന്നത്. അഷ്ടദിക്പാലകരെ സങ്കല്പിച്ച് പൂജ ചെയ്യുന്നതിനാണ് നമ്മൾ ഉച്ചബലി എന്ന് പറയുന്നത്. ഉച്ചബലി എന്ന വാക്ക് തന്നെ വളരെ ഉയർന്ന ഉച്ചത്തിലുള്ള ബലി എന്ന് സങ്കല്പിച്ചുകൊണ്ട് രാത്രി ഭദ്രകാളി യാമത്തിലാണ് ഈ പൂജ നടക്കുന്നത്. വിപുലമായിട്ടുള്ള ഈ ഉച്ചബലി പൂജ നടത്തുന്നത്. ഉച്ചബലി പൂജ കഴിഞ്ഞിട്ടാണ് ഓരോ ദേശത്തും ഓരോ ദിക്കിലേക്കും ദേവി യാത്രയാവുകയും അവിടെ പോയി ദിക്കുബലി നടത്തുകയും ഒപ്പം തന്നെ 4 കരകളിലും 4 ദേശങ്ങളിലും അങ്ങനെ ആകെ ദേവി ദാരികനെ അന്വേഷിച്ച് പോയി പറയെടുത്ത് അമ്പലത്തിൽ വരികയും ഏകദേശം 1 മുതൽ 10 ദിവസം 11 ദിവസം വരെ ഒരു ദേശത്ത് തങ്ങി ആ ദേശത്തിലെ നിറവറ എടുത്തുകൊണ്ടാണ് ദേവി തിരികെ തൻ്റെ വാസസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇവിടെ മേലെ അണിയരപ്പുര, കീഴേ അണിയരപ്പുര എന്നീ 2 സ്ഥാനങ്ങളുണ്ട്. ഈ 2 സ്ഥാനങ്ങളിലാണ് ദേവി ഉത്സവാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുടിയിരുത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള പല
ക്ഷേത്രങ്ങളിലും ഉടപ്പുരകളിലും കൊടിയേറ്റോടു കൂടിയാണ് ഉത്സവാരംഭം കുറിക്കുന്നത്. എന്നാൽ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത, ഉത്സവം പടഘാതി ഉത്സവമായതുകൊണ്ട് ആദ്യം പടപ്പുറപ്പാടാണ് ഉണ്ടാകുന്നത്. ആ പടപ്പുറപ്പാടിന് ശേഷം അവസാനം 9 ദിവസം നല്ലിരിക്കുന്നതിന് മുമ്പായിട്ട് ആണ് കൊടിയേറ്റുത്സവം ആരംഭിക്കുന്നത്. കൊടിയേറ്റുത്സവം ആരംഭിക്കുന്നതോടുകൂടിയാണ് ദേവി നല്ലിരിപ്പെന്ന ധ്യാനാവസ്ഥയിലേക്ക് പോകുന്ന പ്രത്യേകതയും ഈ അമ്പലത്തിനുണ്ട്. ഈ അമ്പലത്തിൻ്റെ കൊടിയേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള പല ക്ഷേത്രങ്ങളിലും കൊടിക്കൂറ ചരടിൽ വലിച്ചിട്ട് ആണ് കൊടിയേറ്റ് നടത്തുന്നത്. ഈ ആലയത്തെ സംബന്ധിച്ചിടത്തോളം, ഈ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം കൊടിക്കൂറ കമുകിൽ ബന്ധിച്ചിട്ട് ആ കമുകോട് കൂടിയാണ് ഇത് കമുക് നിർത്തിയാണ് കൊടിയേറ്റ് നടത്തുന്നത്. കൊടിക്കൂറ മൂത്തവാത്തി അത് ബന്ധിക്കുകയും ഒപ്പം തന്നെ നാട്ടുകാരെല്ലാവരും കൂടെ, ദേശവാസികളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ കൊടിയേറ്റ് നടത്തുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത, ദേശവാസികളെല്ലാം കൂടെ ചേർന്നുള്ള ഒരു പ്രത്യേക കൊടിയേറ്റ് മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ ആചാരങ്ങളും ശാസ്ത്രസമ്മതമുള്ളതാണ്. അങ്ങനെ ശാസ്ത്രസമ്മതമുള്ള വേദങ്ങളിൽ നിന്നെടുത്ത, ഉപനിഷത്തുകളിൽ നിന്നെടുത്തിട്ടുള്ള ആ മഹാവാക്യങ്ങളെ അനുസ്മരിപ്പിക്കുകയും ആ വാക്യങ്ങളിലൂടെ ഉണ്ടാകുന്ന മന്ത്രങ്ങളുടെ ആവിഷ്കാരമായിട്ടാണ് ഇവിടെ ഓരോ ചടങ്ങും തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രസമ്മതമുള്ള ആചാരങ്ങളെ ദേശാചാരമായി ദേശാചാരം കൂടെ കോർത്തിണക്കി അങ്ങനെ കൗളാചാരമായിട്ടാണ് ഈ ദേശത്ത് അവതരിപ്പിക്കുന്നത്. അത് അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ മഹാമാന്ത്രികനും ആയിട്ടുള്ള പ്രഥമ ആചാര്യനുമായിട്ടുള്ള ശ്രീ കേളംകുലശേഖരവാത്തിയാണ്. അങ്ങനെ വിപുലമായിട്ടൊരു ചടങ്ങോടുകൂടി ആണ് ഈ കാളിയൂട്ട് ഉത്സവം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എല്ലാം ശാസ്ത്രസമ്മതമായിട്ടുള്ള ആചാരങ്ങളോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറന്നേറ്റ്. അപ്പം ദേവി ദാരികനെ അന്വേഷിച്ച് പോയി എങ്ങും കാണാതെ വരുന്ന സമയത്ത് ദേവി ധ്യാനാവസ്ഥയിലിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്ന നല്ലിരിപ്പ്. ആ നല്ലിരിപ്പിൽ ധ്യാനാവസ്ഥയിൽ ആകാശത്ത് ആണ് ധാരികനുണ്ടെന്ന് അറിഞ്ഞ ദേവി ആകാശമാർഗ്ഗെ യുദ്ധം ചെയ്യുന്ന, ആകാശമാർഗ്ഗെ വാക്പോർ നടത്തുന്ന ഒരു ചടങ്ങാണ് പറന്നേറ്റ്. പറന്നേറ്റ് എന്ന് പറയുന്ന നാല് തെങ്ങിൻ തൂണ് നിർത്തി അതിൻ്റെ മുകളിൽ പലക വിരിച്ച് ആ പലകയിൽ ആണ് ഈ വാക്പോർ നടത്തുന്നത്. ഇപ്പം ദാരികനായ വേഷം കെട്ടി മറ്റൊരു പറനിൽ ദാരികനുണ്ടാവും. അങ്ങനെ വാക്പോർ നടത്തുന്നതിനെ ആകാശപ്പോരായതുകൊണ്ട് തന്നെ ഇതിനെ പറന്ന് ഏറ്റുമുട്ടുന്ന സങ്കല്പം എന്നുകൂടി ഈ പറന്നേറ്റ് എന്ന വാക്കിനുണ്ട്. പറന്നിൽ ഏറുന്നതും ഒപ്പം തന്നെ പറന്ന് ഏറ്റുമുട്ടുക എന്നുള്ള സങ്കല്പം, രണ്ട് സങ്കല്പം കൂടി ചേർന്നിട്ടുള്ള ഒരു വാക്കാണ് പറന്നേറ്റ്. അങ്ങനെ മേളിൽ വെച്ച് 7 വാക്പോരുണ്ട്. ആ വാക്പോര് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നിലത്തിറങ്ങിയാണ് നിലത്തിൽ പോര് നടത്തുന്നത്. അങ്ങനെ നിലത്തിൽ പോര് നടത്തി 7 നിലത്തിൽ പോര് തെറ്റി ജാഗരിക നിഗ്രഹം കഴിഞ്ഞ് ഗുരുസിയും കഴിഞ്ഞ് കൊടിയിറക്കി പിന്നെ വെള്ളായണി ദേവി കായലിലേക്ക് ആറാടാൻ പോകുന്നു. ആറാട്ടോടുകൂടി തലയിൽ തോളിലെഴുന്നള്ളിച്ച് ദേവി തിരികെ
ക്ഷേത്രത്തിലേക്ക് ബാലികമാരോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഈ ഉത്സവം അവസാനിക്കുന്നത്.